Hello students, welcome to the channel EduScore. So നമ്മൾ ഇപ്പം ഫ്ലവർ എന്ന പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിന് ലിങ്ക് ചെയ്യാം, അത് കണ്ടോളൂ കേട്ടോ. ഓക്കെ, സോ ലെറ്റ് us start looking at flower. So താഴെ നമുക്ക് ഒരു ഡയഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഫിഗർ 7.19. അതിൽ നമുക്ക് റോസിൻ്റെ 3 ഡയഗ്രാംസ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് ഡയഗ്രാം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിൻ്റെ ഡയഗ്രാമാണ്. അത് എന്താണ്, ലീഫില്ല, ഫ്ലവർ ഇല്ല, ഒന്നുമില്ല, ഒരു സ്റ്റെമ്മ് മാത്രമാണ്. അത് ഒരു ബ്രാഞ്ചാണ്, റോസ് പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ചാണ്. സോ അതാണ് ഫസ്റ്റ് പിക്ചർ. സെക്കൻഡ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ചിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ലീവ്സും ഉണ്ട്. പൂവോ ഫ്രൂട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, വെറും ബ്രാഞ്ചും ലീവ്സും ഉണ്ട്. തേർഡ് പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് വിത്ത് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. സോ ആ ബ്രാഞ്ച് കാണിക്കുന്നുണ്ട്, ലീവ്സും കാണിക്കുന്നുണ്ട്, പിന്നെ റോസ് ആ ഫ്ലവറും കാണിക്കുന്നുണ്ട്. സോ ഇത് റോസ് പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലവർ എന്താണ്, അത് റോസ് ഫ്ലവറാണ്. ഓൾറൈറ്റ്. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് യു ആർ ഷോൺ 3 branches ഓഫ് എ റോസ് ഇൻ ഫിഗർ 7.19 A, B and C. Which one will help you best to recognize the plant? സോ നമുക്ക് ഈ 3 ഡയഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഏത് ഡയഗ്രാമിനെ കണ്ടാലാണ് അത് റോസിൻ്റെ പ്ലാന്റ് ആണെന്ന് മനസ്സിലാവുന്നത്? സോ ഓഫ് കോഴ്സ് ഈ സി ഡയഗ്രാം കാണുമ്പോഴാണ് അല്ലേ. ദാറ്റ് ഈസ് ബിക്കോസ് നമുക്ക് ഏത് ചെടിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ, അത് ഏത് പ്ലാന്റ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട് കാണണം, എന്നാലാണ് പൊതുവേ മനസ്സിലാവുക. ലീവ്സ് കണ്ടാൽ നമുക്ക് പറയാൻ സാധിക്കും അത് ഇത് റോസ് ആയിരിക്കാമെന്ന്, ബട്ട് there might be other plants which also have a similar kind of leaf. അപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അടുത്ത് പോയിട്ട് ആ ലീഫിനെ നല്ലോണം നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. സോ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ, ഒരു പ്ലാന്റിനെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട് കണ്ടാലേ മനസ്സിലാവും. സോ ഫ്ലവർ ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്ലാന്റ്. Which color did you use for the flower in 7.1? Are all flowers colorful? Have you ever seen flowers on plants of grass, wheat, maize, mango or guava? So ഇവർ ചോദിക്കുന്നത് എല്ലാ ഫ്ലവേഴ്സും കളർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മെജോറിറ്റി ഓഫ് ദി ഫ്ലവേഴ്സ് ആർ കളർഫുൾ. ചില ഫ്ലവേഴ്സ് ഉണ്ട് വിച്ച് ആർ ലൈറ്റ് ഗ്രീൻ ഇൻ കളർ ഓർ ലൈറ്റ് യെല്ലോ ഓർ ലൈക്ക് വൈറ്റ് ഇൻ കളർ, ക്രീം ഇൻ കളർ. അപ്പോൾ അതത്ര ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് അല്ലാത്ത ഫ്ലവേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഗ്രാസ്, വീറ്റ്, മെയ്സ്, മാംഗോ, ഗ്വാവ ഇതിൻ്റെ എല്ലാ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് നോക്കിയാൽ അത് കുറച്ച് ഡൾ കളേർഡ് ഫ്ലവേഴ്സ് ആയിരിക്കും. നമ്മൾ മാങ്ങ ഈ ഒരു സമ്മർ സീസൺ ആവുന്നതിന് മുമ്പ് ഈ ഒരു സ്പ്രിങ് ടൈം ഉണ്ടാവില്ല, ഒരു ഫെബ്രുവരി മാർച്ച് സമയമാകുമ്പം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയത്ത് നമ്മൾ മാവിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അത് മാവ് പൂത്തു എന്ന് പറയില്ലേ. സോ അതിൽ മാവിൻ്റെ പൂക്കൾ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. സോ അതിൻ്റെ പൂക്കൾ നിങ്ങൾ കണ്ടാൽ, നിങ്ങളെ വീട്ടിലെവിടെയെങ്കിലും മാവുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ, ഒരു വൈറ്റും ക്രീമും ആയിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ കളറിലായിട്ടുള്ള ഒരു ഫ്ലവർ, അതിൻ്റെ ഫ്ലവേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതെന്താണ്, അത് ഫ്ലവേഴ്സാണ് ബട്ട് നോട്ട് വെരി ബ്രൈറ്റ് കളേർഡ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇഫ് യു സീ എനി ഫ്ലവേഴ്സ് ഇൻ ദീസ് പ്ലാന്റ്സ് ആർ ദേ ബ്രൈറ്റ്ലി കളേർഡ്? നോ. സോ ഗ്രാസ്, വീറ്റ്, മെയ്സ്, മാംഗോ, ഗുവാവ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒന്നും ബ്രൈറ്റ് കളേർഡ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് all the flowers are bright in color like rose, red rose, sunflower, yellow color. So അങ്ങനെയൊന്നുമില്ല. It is not necessary, but majority of the flowers that we know and see are bright in color. Let us study a few flowers closely. When choosing flowers to study, avoid using marigold, chrysanthemum or sunflower. You learn in higher classes that these are not single flowers but group of flowers. So this could be a potential question. So give an example of a group of flowers but looks like single flower, like marigold, chrysanthemum, sunflower. So അല്ലെങ്കിൽ നിങ്ങൾക്ക് MCQയിൽ വരാം that which of these following are not single flowers. സോ കുറച്ച് 3 ഓപ്ഷൻസ് ഓഫ് ലൈക്ക് സിംഗിൾ ഫ്ലവേഴ്സ് ലൈക്ക് റോസ് അങ്ങനെ തരാം. ആൻഡ് ദേ മേ ഗിവ് ദി ഓപ്ഷൻ ഓഫ് മാരിഗോൾഡ്, ക്രിസാന്തമം ഓർ സൺഫ്ലവർ. അപ്പം പ്ലീസ് റിമെമ്പർ ദാറ്റ് ദീസ് ആർ നോട്ട് സിംഗിൾ ഫ്ലവർ ബട്ട് ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഈ 3 പേര് ഓർമ്മിക്കുക.
Okay, so moving on to the next point, which is activity 10. We would require 1 bud and 2 fresh flowers each. Bud എന്ന് പറഞ്ഞാൽ മൊട്ട്. സോ പൂവിൻ്റെ മൊട്ടുണ്ടാവില്ലേ, അതാണ് ബഡ്. ആൻഡ് 2 ഫുൾ ഫ്ലവേഴ്സ്, ലൈക്ക് ബഡ് അല്ലാത്ത ഇങ്ങനെ വിരിഞ്ഞ പൂക്കൾ 2 ഫ്രഷ് ആയിട്ടുള്ളത് വേണം. ഓഫ് എനി ഓഫ് ദി ഫോളോയിങ്: ദത്തൂര, ചൈന റോസ്, മസ്റ്റേർഡ്, ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ, ഗുൽമോഹർ. ഈ പറയുന്ന ഏത് ൻ്റെതും ഫ്ലവേഴ്സ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് യു ഗെറ്റ് ഇറ്റ്, ഡെഫിനറ്റ്ലി ട്രൈ ദിസ് എക്സ്പെരിമെൻറ്റ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിക്കാം. വിൽ ഇൻസേർട്ട് പിക്ചേഴ്സ് ഓഫ് ദി ഫ്ലവർ ആൻഡ് ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഡയഗ്രാമായിട്ട് ഞാൻ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, so what we need is also a blade, a glass slide or a sheet of paper, a magnifying glass and water. So blade ഉണ്ട്, നമുക്ക് വീട്ടിൽ കിട്ടുന്നതായിരിക്കും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഡു ദിസ് അലോൺ. നിങ്ങൾ പേരൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, കൈ മുറിയാനുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, സോ ബ്ലേഡ് വേണം, പിന്നെ ഒരു ഗ്ലാസ് സ്ലൈഡ് അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. പിന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് വേണം, നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണേണ്ടിയിട്ട്. ആൻഡ് കുറച്ച് വെള്ളം വേണം. ഓൾറൈറ്റ്, സോ ഒബ്സർവ് ദ ഫിഗർ 7.20 കെയർഫുള്ളി. ലെറ്റ് us ലുക്ക് അറ്റ് ദ ഫിഗർ. സോ ഇതാണ്, ഇതിൽ ഒരു ബഡ് കാണുന്നുണ്ട്, ഒരു ഫ്ലവറും കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ ബഡിൽ പെറ്റൽസ് കാണുന്നുണ്ട്, ഫ്ലവറിൽ ഇങ്ങനെ വിരിഞ്ഞ പൂവിലും കൂടി നമുക്ക് പെറ്റൽസ് കാണുന്നുണ്ട്. ആ കളർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് പെറ്റൽ. ആൻഡ് ഈ ബഡിൽ സെപ്പൽസ് കാണുന്നുണ്ട്, അതേപോലെ ഈ ഫ്ലവറിലും സെപ്പൽസ് കാണുന്നുണ്ട്. സെപ്പൽ എന്താണ്? ആ സ്റ്റെമ്മിനെയും ഫ്ലവറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇല പോലത്തെ എതളില്ലേ, അതിനാണ് സെപ്പൽസ് എന്ന് പറയുക. അത് ഇലയല്ല, ബട്ട് അത് എതളുമല്ല. സോ ദാറ്റ് ഈസ് ലൈക്ക് എ ഗ്രീൻ കളർ പെറ്റൽ, അങ്ങനെ നമുക്ക് പറയാം. അത് പെറ്റൽ കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു part of the plant ആണ്, which connects the flower to the stem. So that is sepal. So ഇതാണ് നമ്മളെ figure. Look at the prominent parts of the open flower. These are the petals of the flower. So വിരിഞ്ഞ് ഈ കളർഫുൾ ആയിട്ടുള്ളത്, കളർഫുൾ അല്ലാത്തയോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോസ് ആണ് എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള റെഡ് പാർട്ടില്ലേ, അത് എതളിനെയാണ് നമ്മൾ പെറ്റൽസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഹാവ് പെറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഓരോ പൂവിൻ്റെ പെറ്റൽസ് വേറെ വേറെ കളറായിരിക്കും. Where do you think the petals are in the closed bud? So ഒരു ബഡിൽ അല്ലെങ്കിൽ പൂവിൻ്റെ മൊട്ടിൽ എങ്ങനെയാണ് ഈ എതളുകൾ ഉണ്ടാവുക? എല്ലാം അടുത്തടുത്തടുത്തടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? ഇത് പൂ വിരിയുമ്പോഴാണ് അതിങ്ങനെ തുറന്ന് നല്ല ഭംഗിയായിട്ട് കാണുന്നത്. അല്ലാണ്ട് മൊട്ടിൽ അതിങ്ങനെ ഒട്ടി 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 അടുത്തടുത്ത് ഇരിക്കുകയായിരിക്കും. Which is the most prominent part in a bud? സോ ബഡിൻ്റെ ഒരു മേജർ പാർട്ട് ഏതാണ്? ലൈക്ക് ആ ബഡിനെ നമ്മൾ കാണുമ്പോൾ അതിൽ ഏറ്റവും അധികം കാണുന്ന സാധനം സെപ്പലാണ്. ഗ്രീൻ പാർട്ട് ആണ് ഏറ്റവും അധികം കാണുന്നത്. പിന്നെയാണ് നമുക്ക് ഈ എതളിൻ്റെ കൂട്ടം, ഈ ബഡിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു പൂവിൽ ഈ സെപ്പൽസിന് അത്ര കാണാനില്ല, കുറച്ചേ കാണാനുള്ളൂ. ബട്ട് മെയിനായിട്ട് നമുക്ക് കാണുന്നത് പെറ്റൽസ് ആണ്. What are sepals? Sepals are small leaf-like structures which connect the petals to the stem. So, ഈ small leaf-like structure ഇതിനാണ് sepals എന്ന് പറയുന്നത്. Take a flower and observe its petals and sepals. Now answer the following questions. So, ഒരു പൂവിനെ എടുത്തിട്ട് അതിൻ്റെ പെറ്റൽസിനെയും സെപ്പൽസിനെയും നല്ലോണം ശ്രദ്ധിക്കുക. And we'll be able to make some observations. How many sepals does it have? എത്ര സെപ്പൽസ് ഉണ്ട്? സോ പൊതുവേ മെജോറിറ്റി ഓഫ് ദ ലൈക്ക് കോമൺ ആയിട്ട് കാണുന്നതിൽ 4 or 5 അങ്ങനത്തെ സെപ്പൽസ് ആണ് ഉണ്ടാവാറ്. 5 sepals. Okay, what are the colors of the petals and the sepals? So of course color of the petals will vary. So it will be bright colors like rose or yellow or orange, or it could also be white, cream, sometimes light green also for some of the flowers. How many petals does your flower have? So petals എണ്ണണമെങ്കിൽ കുറച്ച് പാടാണ് അല്ലേ? റോസിൻ്റെ കുറേ പെറ്റൽസ് ഉണ്ടാവും, വേറെയും കുറേ ഫ്ലവേഴ്സിൻ്റെ ഓരോരോ ഫ്ലവറിനനുസരിച്ച്. ഇപ്പോൾ ജാസ്മിൻ എടുക്കാമെന്ന് ഒരു 6-7 പെറ്റൽസ് ഉണ്ടാവും. ജാസ്മിൻ പറഞ്ഞാൽ നമ്മളെ മുല്ലപ്പൂ. സോ ഡിപ്പെൻസ്, ആ പ്ലാന്റിൻ്റെ ആ ഫ്ലവറിൻ്റെ മേലെയാണ് അതിൻ്റെ, ദറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഫ്ലവർ. Are they joined to one another or are they separate? So petals
ചിലത് ഒരുമിച്ചായിരിക്കും. പറഞ്ഞാൽ ചില ടൈപ്പ് മുല്ലപ്പൂവില്ലേ, ഈ ടൈപ്പ് മുല്ലപ്പൂവിൽ നോക്കിയാൽ അതിൻ്റെ പെറ്റൽസ് ഒരുമിച്ചാണ്, ഒട്ടി ഒട്ടി കിടക്കുകയാണ്. പക്ഷേ ഒരു വിരിഞ്ഞ റോസിനെ നോക്കിയാൽ അതിൻ്റെ പെറ്റൽസ് വേറെ വേറെയാണ് അല്ലേ, അങ്ങനെയാണ്. സോ ഡു ദ ഫ്ലവേഴ്സ് വിത്ത് ജോയിൻറ്റ് സെപ്പൽസ് ഹാവ് പെറ്റൽസ് ദാറ്റ് ആർ സെപ്പറേറ്റ് ഓർ ആർ ദേ ജോയിൻ ടുഗെദർ? സോ ആ സെപ്പൽസും പെറ്റൽസിലും കണക്ഷൻ ഉണ്ട്. അപ്പം അഥവാ പെറ്റൽസ് ഒരുമിച്ചാണെങ്കിൽ സെപ്പൽസ് ഒരുമിച്ചാണോ, അല്ലെങ്കിൽ സെപ്പൽസ് ഒരുമിച്ചാണെങ്കിൽ പെറ്റൽസ് ഒരുമിച്ചാണോ എന്ന് നിങ്ങളത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, make a table based on the observations of the whole class. Add observations to this table from a field trip to a locality where there are plants with flowers. Fill the last two columns after you have gone through the entire section. So ഈ 7.3 എന്ന ടേബിളിലെ ഒബ്സർവേഷൻസ് ഓൺ ഫ്ലവേഴ്സ്, ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തിട്ട് നിങ്ങൾ ഒരു 2-3 ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2-3 ഫ്ലവേഴ്സ് എടുത്തിട്ട് ചെയ്യുക. ആൻഡ് ഈ ടേബിളിനെ ഫിൽ ചെയ്യുക. അതിൽ നെയിം ഓഫ് ഫ്ലവർ ഇടുക, അതിന് എത്ര പെറ്റൽസ് ഉണ്ട്, ആൻഡ് എന്താണ് അതിൻ്റെ കളറ്. സോ മെനി പെറ്റൽസ് ഉണ്ട്. അതിന് കളറ് ഏത് കളറും ആവുക, റോസ് ഇപ്പം പല കളേഴ്സിലും ഉണ്ടാവുമല്ലോ. നമ്പർ ആൻഡ് കളർ ഓഫ് സെപ്പൽസ്. സോ നമ്പർ 5 ആണ്, കളർ എന്താണ്, ഗ്രീൻ ആണ് പൊതുവേ. ആർ ദി സെപ്പൽസ് ജോയിൻ ടുഗെദർ ഓർ സെപ്പറേറ്റ്? സോ റോസിന് ഇപ്പോൾ സെപ്പറേറ്റ് ആണ്. സ്റ്റേമെൻസ് ആർ ദി ഫ്രീ ഓർ ജോയിൻ ടു പെറ്റൽസ്? ഫ്രീ, പിസ്റ്റൽ, പ്രസൻറ്റ്, അബ്സെൻറ്റ്, പ്രസൻറ്റ്. സോ ഇത് നമുക്ക് പിന്നെ നോക്കാം. നമ്മളിപ്പം ഫസ്റ്റ് 4 columns ആണ് അറ്റ് പ്രസൻറ്റ് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ഇന്നർ പാർട്സ് ഓഫ് ദി ഫ്ലവർ. ക്ലിയർലി യു ഹാവ് ടു കട്ട് ഇറ്റ് ഓപ്പൺ ഇഫ് ഇറ്റ്സ് പെറ്റൽസ് ആർ ജോയിൻറ്റ്. സോ പെറ്റൽസ് ജോയിൻ ആയിട്ടാണുള്ളത് വെച്ചാൽ മുഴുവൻ ഫ്ലവറിനെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അഥവാ പെറ്റൽസ് ജോയിൻ അല്ലെങ്കിൽ നമുക്ക് ആ പെറ്റൽസിനെ റിമൂവ് ചെയ്താൽ അതിൻ്റെ അകത്തെ പാർട്ട് കാണാൻ സാധിക്കും. For example, in datura and other bell-shaped flowers, the petals have to be cut lengthwise and spread out so that the inner parts can be seen clearly. So, ഇങ്ങനെ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ എതളിനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കീറിയെടുത്തിട്ട് തുറന്നാലേ നമുക്കതിൻ്റെ അകത്തേക്ക് കാണാൻ പറ്റും. Remove the sepals and petals to see the rest of the parts. Study the figure 7.22 carefully. Compare your flower with the illustration and identify the stamens and pistils in your flower. So നമ്മളിപ്പം ഒരു ഫ്ലവറിൻ്റെ 2 പാർട്ട് പഠിച്ചു, പെറ്റൽസ്, സെപ്പൽസ്. അതേപോലെ ഇനി വേറെ 2 പാർട്സ് ആണ് സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ്. സോ അതെന്താണെന്ന് നോക്കാം. ഈ 7.22 ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാം ഈ ഫ്ലവറിൻ്റെ എതള് സൈഡിൽ നിന്ന് മാറ്റിയതാണ്. അപ്പം നടുവിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന ആൻറ്റിന പോലത്തെ സാധനങ്ങളുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റേമൻ. ആൻഡ് ആ ആൻറ്റിന പോലത്തെ സാധനം കൂട്ടി നിൽക്കുന്ന അതിൻ്റെ അടിഭാഗത്തിനെയാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. അതൊരു കണ്ടെയ്നർ പോലെയാണ് ഈ പിസ്റ്റിൽ. സ്റ്റേമൻസ് ഇങ്ങനെ ആൻറ്റിന പോലെ ഉണ്ടാവും ഇങ്ങനെ, ആൻഡ് പിസ്റ്റൽസ് ഒരു കണ്ടെയ്നർ പോലെ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇന്നർ പാർട്ട് ഓഫ് ദി ഫ്ലവർ. Look at the figure 7.23 carefully. It shows the different kinds of stamens present. So ഇതാ 7.23 ഡയഗ്രാമിൽ നോക്കിയാൽ പാർട്സ് ഓഫ് സ്റ്റേമൻ കാണാം. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേമൻ കാണിക്കുകയാണ്. ഓരോരോ രീതിയിലുള്ള സ്റ്റേമൻസ് ഉണ്ടാവും ചില ഫ്ലവേഴ്സിൽ. സോ ഇവിടെ അവർ 4 ടൈപ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ഫിലമെൻറ്റ് എന്ന ഭാഗം, ഈ ആൻറ്റിന പോലത്തെ ഭാഗം അത് സെയിം ആണ്. പക്ഷെ അതിൻ്റെ മേലെയുള്ള ഒരു തൊപ്പി പോലത്തെ ഭാഗമില്ലേ, അതിന് ആൻഥർ എന്നാണ് പറയുന്നത്. അത് കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലവറിൻ്റെ ഔട്ടർ പാർട്സ് ആണ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ്, ആൻഡ് ഫ്ലവറിൻ്റെ ഇന്നർ പാർട്സിന് നോക്കുകയാണെങ്കിൽ അതിൽ 2 പാർട്സ് നമ്മളിപ്പോൾ പഠിച്ചു, സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റൽസ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റേമനെ നോക്കിയതാണെങ്കിൽ അതിന് 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് ഫിലമെൻറ്റ്, ഈ നീളമുള്ള ഭാഗം, ആൻഡ് ആ തൊപ്പി പോലത്തെ ഭാഗം അതിന് ആൻഥർ എന്നാണ് പറയുന്നത്. സോ ഓൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാം വൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ കണ്ടു അത് ഡിഫറെൻറ്റ് സ്റ്റേമൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേമൻസിനെ കണ്ടു ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. അതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടത്. ക്യാൻ യു റെക്കഗ്നൈസ് ബോത്ത് ദ പാർട്സ് ഓഫ് ദ സ്റ്റേമൻസ് ഇൻ യുവർ ഫ്ലവേഴ്സ്? സോ നിങ്ങൾ നോക്കുന്ന ഫ്ലവറിൻ്റെ സ്റ്റേമൻ്റെ ഫിലമെൻറ്റ് ആൻഡ് ആൻഥർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അത് നോക്കുക. ഓക്കെ, how many stamens are there in your flower? Draw one stamen and label its parts. സോ നിങ്ങൾ നോക്കുന്ന ഫ്ലവറിൽ എത്ര സ്റ്റേമൻ ഉണ്ട്? റോസിൽ നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റേമൻസ് ഉണ്ടാവും അല്ലേ.
സോ അതിന് അത് വളരെ ചെറിയ ചെറിയ സ്റ്റേമനാണ്, ഇത്ര നീളമുള്ളതല്ല, ചെറിയ ചെറിയ, ബട്ട് അതിൻ്റെ സ്ട്രക്ചർ സെയിം തന്നെയാണ്. അതിനൊരു ഫിലമെൻ്റ് ഉണ്ട്, അതിനൊരു ആൻതർ ഉണ്ട്. സോ ട്രൈ ഡ്രോയിങ് ഇറ്റ് ആൻഡ് ഓൾസോ ട്രൈ ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഓക്കെ, സോ നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് പിസ്റ്റൽ. പിസ്റ്റൽ എന്താണ്? അതൊരു സിലിണ്ടർ പോലത്തെ ഒരു കണ്ടെയ്നർ പോലത്തെ സാധനമാണ്. So that is the innermost part of a flower. What is the innermost part of a flower? That is pistil. If you cannot see it completely, remove the remaining stamens and then you will be able to see. So കുറേ സ്റ്റേമൻസ് ഉള്ള ഫ്ലവേഴ്സിൽ നമുക്ക് ആ പിസ്റ്റൽ ഇങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. നമ്മൾ ചെമ്പരത്തിനെ നോക്കിയാൽ അതിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പിസ്റ്റലിനെ കാണാൻ പറ്റും. അപ്പോൾ റോസിൻ്റെ കമ്പാരിറ്റീവ്ലി സ്റ്റേമൻസ് കുറവാണ് നമ്മൾ ചെമ്പരത്തിക്ക്. സോ if you want to see pistil more clearly, ചെമ്പരത്തി ഹൈബിസ്കസിനെ നോക്കുക. സോ എല്ലാ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്താൽ നമുക്ക് പിസ്റ്റലിനെ കാണാൻ സാധിക്കും. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ 7.24, അതിൽ നമുക്ക് പാർട്സ് ഓഫ് പിസ്റ്റൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പിസ്റ്റലിൻ്റെ മെയിനായിട്ടുള്ള കണ്ടെയ്നർ പോലത്തെ ഒരു സംഭവമല്ലേ, അതിനാണ് ഓവറി എന്ന് പറയുന്നത്. ആൻഡ് ആ പിസ്റ്റലിൻ്റെ ഏറ്റവും മെലിഞ്ഞ ടോപ്പിലുള്ള ആ മെലിഞ്ഞ ഭാഗത്തിന് സ്റ്റൈൽ എന്ന് പറയും. ആൻഡ് അതിൻ്റെ മേലുള്ള ആ ബേസ് ലെയർ ഒരു പരന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ അതിന് സ്റ്റിഗ്മ എന്ന് പറയും. സോ പിസ്റ്റലിൻ്റെ 3 പാർട്സ് ഉണ്ട്. ദറ്റ് ഈസ് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. OSS. ഓക്കെ, ഓസ് അങ്ങനെ ആലോചിക്കുക. സോ പിസ്റ്റലിൻ്റെത് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. Draw a neat label diagram of the pistil of flowers. സോ ഇതാ നിങ്ങൾക്ക് ഈ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട്. സോ പാർട്സ് ഓഫ് എ പിസ്റ്റിൽ ഈ ഡയഗ്രാം, ആൻഡ് പാർട്സ് ഓഫ് സ്റ്റേമൻ ഈ ഡയഗ്രാം, ആൻഡ് പാർട്സ് ഓഫ് ഫ്ലവർ ഈ ഡയഗ്രാം. ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ പാർട്സ് ഓഫ് ഫ്ലവറിൽ നിങ്ങൾ പാർട്സ് ഓഫ് ഫ്ലവർ ചോദിച്ചാൽ യു ഹാവ് ടു മാർക്ക് ദ പെറ്റൽസ്, സെപ്പൽസ്, സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ. ആൻഡ് പാർട്സ് ഓഫ് സ്റ്റേമൻ പറഞ്ഞാൽ ഫിലമെൻറ്റ്, ആൻതർ. പാർട്സ് ഓഫ് പിസ്റ്റൽ പറഞ്ഞാൽ ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓൾറൈറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now moving on to activity 11, let us now study the structure of the ovary of a flower. So ovary is a part of pistil. It's like the container looking shape. It is the lowermost and swollen part of the pistil. ഏറ്റവും അടിയിലുള്ളതും തടിച്ചിട്ടുള്ള പാർട്ടാണ് പിസ്റ്റലിൻ്റെ. So that is ovary. It is the lowermost and swollen part of pistil. What is ovary? ഈ question വരാണ് കേട്ടോ. We'll cut this part to study how it looks like inside. Look at the figure 7.25 carefully to understand how to cut the ovary. So ovary-നെ കട്ട് ചെയ്യുമ്പം 2 തരത്തിൽ കട്ട് ചെയ്യുക. ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെറിയ ഒരു സെക്ഷൻ കിട്ടുന്ന പോലെ കട്ട് ചെയ്യാം. ഓക്കെ, സോ 2 ഫ്ലവേഴ്സ് എടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈബിസ്കസ്, നമ്മൾ ചെമ്പരത്തി പൂവ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. സോ 2 പൂവ് എടുത്തിട്ട് അതിൻ്റെ ഓവറീസിനെ നിങ്ങൾ ലോങ്ങിറ്റ്യൂഡിനൽ കട്ടും ട്രാൻസ്വേഴ്സ് കട്ടും ചെയ്യാം. ലോങ്ങിറ്റ്യൂഡിനൽ നീളത്തിൽ, ഈ ട്രാൻസ്വേഴ്സ് ആകുമ്പോൾ അതിൻ്റെ സർക്കുലർ കട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സോ വെൻ വി കട്ട് ഇറ്റ്, ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ വേയിൽ കട്ട് ചെയ്താൽ നമുക്ക് ഈ ഫസ്റ്റ് ഡയഗ്രാം ലോങ്ങിറ്റ്യൂഡിനൽ എ ഡയഗ്രാം കാണാൻ പറ്റും. ആൻഡ് ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്താൽ നമുക്ക് ഈ ബി തരത്തിൽ കാണാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ ചെറിയ ബോൾ പോലത്തെ സാധനം കാണാൻ പറ്റും. അതാണ് ഓവ്യൂൾസ്. യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എഗ്സ് ഓഫ് പ്ലാന്റ്. ഓക്കെ, സോ നമ്മളെ പ്ലാന്റിൻ്റെ മുട്ടയാണെന്ന് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദി ഓവ്യൂൾ. സോ നമ്മൾ ഈ പൂവിൻ്റെ ഓവറീനെ കട്ട് ചെയ്താൽ അത് വേഗം ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഈ ആക്ടിവിറ്റീന് മുമ്പ് എടുത്തത്. ടു പ്രിവെൻറ്റ് ദം ഫ്രം ഡ്രൈയിങ്, put a drop of water on each of the 2 pieces of ovary you have cut. അതിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, observe the inner parts of the ovary using a lens. Do you see some bead-like structures inside the ovary? They are called ovules. A ball പോലത്തെ bead പോലത്തെ structures inside the ovary is called ovules. Draw and label the inner parts of the ovary in your notebook. So this is also an important question. സോ ഓവറീൻ്റെ ഇന്നർ പാർട്സ് എന്താണ്? ഓവ്യൂൾസ്. ഇങ്ങനെ ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, സോ വി ലേൺ ഓവറി ആൻഡ് ഇറ്റ്സ് പാർട്ട് വിച്ച് ഇസ് ഓവ്യൂൾസ്.
On your field trip, try to find out the names of as many of the flowers as you can by asking the gardener or any person. Remember not to pluck more than flowers you need. So, നിങ്ങൾ എത്ര അധികം ഫ്ലവേഴ്സിൻ്റെ പേര് അറിയാൻ പറ്റുമോ അത് പഠിക്കാൻ നോക്കുക. ലൈക്ക് ജസ്റ്റ് ഫോർ യുവർ ജനറൽ ഇൻഫർമേഷൻ. ആൻഡ് ഈ ആക്ടിവിറ്റിക്ക് വേണ്ട ഒരു 2-3 ഫ്ലവേഴ്സ് മാത്രം നിങ്ങൾ പറിക്കുക. അതിലധികം വെറുതെ പ്ലാന്റ്സിന് ഫ്ലവേഴ്സ് പറിക്കാൻ നിൽക്കരുത്. സോ ദാറ്റ്സ് ജസ്റ്റ് എ good thing. Okay, do all flowers have sepals, petals, stamens and pistils? So നിങ്ങൾ നോക്കിയ എല്ലാ ഫ്ലവേഴ്സിലും sepals, petals, stamens, pistils ഈ പാർട്സ് ഉണ്ടോ? സോ ആൻസർ ഇസ് ലൈക്ക് ദർ ആർ ഫ്ലവേഴ്സ്. ചില ഫ്ലവേഴ്സ് ഉണ്ട് അതിൽ സെപ്പിൾസ് ഉണ്ടാവില്ല, ചിലതിൽ പെറ്റൽസ് ഉണ്ടാവില്ല, ചിലതിൽ സ്റ്റേമൻസ് ഉണ്ടാവില്ല, ചിലത് പിസ്റ്റൽസ് ഉണ്ടാവില്ല. സോ ഓൾ ഫ്ലവേഴ്സിൽ ഈ എല്ലാ പാർട്സും ഉണ്ടാവണമെന്നില്ല, ബട്ട് മെജോറിറ്റി ഓഫ് ദം ഹാവ് ഓൾ ദീസ് 4. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതിൽ പൊതുവേ ഉണ്ടാവാറുണ്ട്, ബട്ട് നോട്ട് നെസസറി ദറ്റ് ഓൾ ഓഫ് ദം ഷുഡ് ഹാവ് ഓൾ ദീസ് പാർട്സ്. Are there flowers that do not have any of these? Yes, there are flowers which do not have any of these. Are there flowers which have parts other than these? Yes, there are flowers which have parts other than these. So this is your homework. Which other parts do flowers have other than the 4 parts, that is sepals, petals and stamen? ഇതല്ലാണ്ട് ഏത് പാർട്ടാണുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, I'll give the answer to this in the next class. Did you find any flowers which have sepals and petals that look similar? So അങ്ങനത്തെ ഫ്ലവേഴ്സും ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ട്യൂലിപ്സ്, അത് അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. അതിൽ സെപ്പിൾസും പെറ്റൽസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. Did you find any flowers in which the number of sepals is different from the number of petals? Yes, റോസ് തന്നെ അല്ലേ. റോസിൽ എത്രയോ അധികം പെറ്റൽസ് ഉണ്ട്, പക്ഷേ 5 സെപ്പിൾസേ ഉള്ളൂ. Do you now agree that the structure of the flower is not always the same? Yes, all flowers are different. The number of sepals, petals, stamens and pistils may also be different in different flowers. Sometimes even some of these parts may be absent. So എല്ലാ ഫ്ലവേഴ്സിലും ഈ എല്ലാ പാർട്സ് ഉണ്ടാവണമെന്നില്ല. They might not be there. And അതിൻ്റെ നമ്പേഴ്സും മാറും. So like ഓരോ flower to flower if you compare, the number of sepals, petals, stamen, pistils all will be different. We have studied some features and functions of leaves, stems and roots. We studied the structure of different flowers. We'll learn about the function of flowers in higher classes. We'll also learn about fruits in higher classes. So ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോ വാട്ട് എവർ പോയിൻറ്റ്സ് ഐ ടോൾഡ് അബൌട്ട് ഫ്ലവേഴ്സ്, ഈ ഡയഗ്രാംസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അതൊക്കെ you can study. You can expect it for your exam. So ഈ കീവേഡ്സ് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഈ കീവേഡ്സ് റിലേറ്റഡ് എവറിഥിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണെന്ന് ചോദിക്കാം. സോ റെഫർ ടു മൈ ഓൾഡ് വീഡിയോസ് ആൻഡ് എന്താണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ. ഐ വിൽ ട്രൈ ടു ക്ലിയർ ദി ഡൗട്ട്സ്. സോ ഈ കീവേഡ്സിനെ എന്തായാലും പഠിക്കുക. So I'll come back with next video. അതിൽ നമ്മൾ summary and exercise questions discuss ചെയ്യുന്നതായിരിക്കും. So അതുവരെ subscribe to the channel. If you have any doubts, leave in the comments. I'll see you in the next video. All the best.